ഹായ് ഫ്രണ്ട്സ്, ഞാൻ 2-3 വീഡിയോസ് ഈ ജോബ് സ്കാമിനെ പറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇന്നൊരു കോൾ വന്നിരുന്നു. അപ്പോൾ കോൾ വന്ന ആൾക്ക് ഇതുപോലെ ഒരു സ്കാമിൽ പെട്ടുപോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ എൻട്രി ജോബാന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിനിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഇയാൾ ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയതല്ല, ഓൺലൈൻ ജോബാണ്, വർക്ക് ഫ്രം ഹോമാന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം കണ്ടത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് കിട്ടിയതിന് ശേഷം ഇവർക്കൊരു വർക്ക് കൊടുക്കുകയും ഡാറ്റ എൻട്രി വർക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർക്ക് കൊടുക്കുകയും അതിനുശേഷം എന്തോ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തിട്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. സംഭവം അതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ 90% ആക്യുറസി വേണം, അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെനാൽറ്റി അടക്കേണ്ട വരും കമ്പനിയിലേക്ക്. അപ്പോൾ നമ്മളിത് വേറെ അടുത്തുനിന്ന് എടുക്കുന്ന വർക്കുകളാണ്, അപ്പോൾ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ്. അപ്പം ഈ പുള്ളി എന്താ വെച്ചാൽ അതൊക്കെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. ഈ കമ്പനി ഏതാ കമ്പനി ഉള്ളതെന്നൊന്നുമില്ല, ഇത് പ്യൂർ തട്ടിപ്പ് തന്നെയാണ്. അങ്ങനെ ആൾ ഇതൊക്കെ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ തന്നു വർക്ക് ചെയ്യാൻ വേണ്ടി, ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. CV കുറച്ച് ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ പോലെ എന്തൊക്കെയോ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുള്ളി ഇതൊക്കെ വർക്കൊക്കെ ചെയ്തിട്ട് 2-3 ദിവസം എടുത്തിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തിട്ട് അതൊക്കെ കൊടുത്തു. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് കോൾ വരികയാണ്, നിങ്ങൾ ചെയ്ത ഫുള്ള് പ്രശ്നമായിട്ടുണ്ട്, കമ്പനീൻ്റെ അടുത്ത് നിന്ന് പ്രശ്നമാണ്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പെനാൽറ്റി അടക്കേണ്ടി വരുന്നതായിട്ട്. ഇപ്പോൾ ഡാറ്റ എൻട്രി ജോബ് എന്ന് പറഞ്ഞിട്ട് ജോലി നോക്കിയിട്ട് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പോയതാണ് ആൾ. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്ത് അന്വേഷിക്കുന്നവരാണ് ഈ സ്കാമേഴ്സ് ഇങ്ങനെ ഒരു മയമില്ലാത്ത പറ്റിക്കൽ പറ്റിക്കുന്നത്. അപ്പോൾ 5000 രൂപ എന്തോ അടക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇവരെങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവസാനം പേടിപ്പിച്ചിട്ടൊക്കെയാണ് പൈസ അടപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ഡാറ്റ എൻട്രി ജോബ് ചെയ്തിട്ട് കേസ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോർച്ചറിങ് ആണ് ഈ സ്കാമേഴ്സ്. ഇവന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകളെ മൊത്തം തട്ടിപ്പ്, ഇപ്പം ഇന്ത്യ മൊത്തം ഇതുപോലെ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ആൾ 5000 അടച്ചു. 5000 അടച്ചതിന് ശേഷം ഓക്കെ കൺഫേം ആയിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെനാൽറ്റി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും പ്രശ്നമില്ലാത്ത ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളോട് പറഞ്ഞു. അതിന് ശേഷം വീണ്ടും ഇയാൾക്ക് കൂടെ വന്നു, നിങ്ങൾക്ക് NOC തരണമെങ്കിൽ നിങ്ങളൊരു 3000 രൂപ കൂടി വേണമെന്നുണ്ട്. അതായത് ഒരാളെ ജോലിക്ക് എടുത്തിട്ട് അയാളെ പറ്റിച്ചു, പിന്നെ അയാളെങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയൊക്കെയോ ഇവർ കമ്പ്യൂട്ടറിൽ വേർഡും ഇതൊക്കെ വെച്ചിട്ട് 2-3 സർട്ടിഫിക്കറ്റും ഇതൊക്കെ ഉണ്ടാക്കി. അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫേക്ക് സാധനമാണെന്ന്. ഇങ്ങനൊരു കമ്പനിയേ ഇല്ല. അപ്പോൾ ഈ അറിയാത്ത ആളുകൾ ഇതിൽ പെട്ടുപോവാണ്. ആളെന്തോ ഗൾഫിൽ അങ്ങോട്ട് വേറെ പുറത്തൊക്കെ പോകാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കേസ് വരുമെന്നൊക്കെയുള്ള പേടിയിൽ ആളുകളെ പേടിയാണ് ഇവർ മുതലെടുക്കുന്നത്. ഇങ്ങനെ പ്രശ്നത്തിലൊക്കെ പെട്ടുപോകുമെന്നൊക്കെ പേടിച്ചിട്ട് ആരോടും പറയാതെ ഒരു പൈസ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇങ്ങനെ ഡാറ്റ എൻട്രി ജോബ് അങ്ങനെ ഒരുപാട് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയെടുക്കുന്നുണ്ട് ടെലിഗ്രാമിലും ഗ്രൂപ്പിലൊക്കെ. ആദ്യം 100 രൂപയൊക്കെ, പിന്നെ 150 രൂപയൊക്കെ, അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട്. പിന്നെ ഡാറ്റ എൻട്രി വേണ്ടി കുറേ ഡാറ്റാസ് അയച്ചു തന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് ഈ ടൈപ്പിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം അയക്കാമെന്ന് പറയും. പിന്നെ എന്താ കൊറിയർ അയക്കാമെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ദയവേത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പോയി ചാടാതിരിക്കുക. ഒരാളും ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ ആയിരിക്കും വരില്ല. പിന്നെ നിങ്ങളിതൊക്കെ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം ഇതിലൊക്കെ എന്ത് ഇടപെടാം. ഓൺലൈനിൽ എന്ത് ജോബ് ഇടാം. ഒരാൾക്കും ഓൺലൈനിൽ ഇരുന്നിട്ട് 10-30,000 രൂപ ചുമ്മാ ഒരു ഡാറ്റ എൻട്രി ജോബിനും കിട്ടില്ല. അത് ഷുവറാണ്. നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ 30,000 രൂപ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 കിട്ടില്ല. ഇപ്പോൾ എല്ലാം എളുപ്പമാണ്. ഒരാളും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെറുതെ കൈയക്ഷരത്തിൽ എഴുതിയ സാധനം എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസിലും അതുപോലെ ChatGPT എന്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ടെക്സ്റ്റ് എടുത്ത് റീഡ് ചെയ്യാനുള്ള സാധനം ഇപ്പോൾ നമ്മുടെ ഫോണിലടക്കം വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിൽ അതിൽ AI ഫീച്ചറൊക്കെ വെച്ച് നോട്ട്ബുക്കൊക്കെ അങ്ങനെ സ്കാൻ ചെയ്തെടുക്കുക. ഇപ്പോൾ അങ്ങനത്തെ ജോബുകളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പ്യൂർ തട്ടിപ്പാണ്. ഇതിലൊന്നും വീഴാതിരിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഒരുപാട് ഇങ്ങനെ സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട്, ഇങ്ങനെ വർക്ക് ഫ്രം ഹോം. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെയാണ് തോന്നുന്നു എയിം ചെയ്യുന്നത്. എന്നാലും ഇതിൽ ബോയ്സൊക്കെ പെടുന്നുണ്ട്. എന്തായാലും കയറിയ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇതിൽ. ഭയങ്കരമായിട്ട് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പോയി ചാടാതിരിക്കുക.